ചേന്നം പള്ളിപ്പുറം പഞ്ചായത്ത് 9-ാം വാർഡിൽ സെബാസ്റ്റ്യന്റെ ചങ്ങത്തറ വീട്. 2 സ്ത്രീകളുടെ തിരോധാന കേസിൽ പോലീസ് തെളിവ് തേടി ഇവിടെയാണ് എത്തിയത്. വിവാഹിതനെങ്കിലും ഒറ്റയാന് സമാനമായ ജീവിതമാണ് സെബാസ്റ്റ്യന്റേത്. വിവാഹിതനും 11 വയസ്സുള്ള പെൺകുട്ടിയുടെ അച്ഛനുമാണ് 68 വയസ്സുകാരനായ സെബാസ്റ്റ്യൻ. ഭാര്യയെയും മകളെയും നാട്ടുകാർ ചേർത്തല വീട്ടിൽ അവസാനം കണ്ടത് 5 വർഷം മുമ്പ്. ഏറ്റുമാനൂരിലെ വീട്ടിലാണ് അവരുടെ താമസം. ലോഡ്ജ് മുറിയെടുത്ത് താമസിക്കുക ശീലമാക്കിയ സെബാസ്റ്റ്യൻ വീട്ടിലും എത്താറുണ്ടെന്ന് അയൽവാസികൾ പറയുന്നു. പലയിടങ്ങളിൽ നിന്നും എത്തുന്നവർ ഇവിടെ ഒത്തുകൂടാറുണ്ട്. ബിന്ദു പത്മനാഭൻ കേസിൽ 2018 സെബാസ്റ്റ്യൻ അറസ്റ്റിലായിരുന്നു എന്നതാണ് വസ്തുത. സെബാസ്റ്റ്യനെ നാട്ടുകാർ അമ്മാവൻ എന്നാണ് വിളിച്ചിരുന്നത്. കോടികളുടെ സ്വത്തിനുടമ കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് 2018 ചേർത്തല വീട്ടിൽ പോലീസ് ആദ്യം എത്തുന്നത്. ജൈനമ്മയുടെ തിരോധാനത്തിൽ വീണ്ടും ഈ വീട് കുപ്രസിദ്ധമായി. ബിന്ദു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതും സെബാസ്റ്റ്യൻ നുണ പരിശോധനയ്ക്ക് വിസമ്മതിച്ചതും കാരണം തെളിവ് ശേഖരിക്കാനാകാതെ അന്വേഷണം പ്രതിസന്ധിയിലായി. അതിനിടെയാണ് ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാനവും അന്വേഷണവും. ജൈനമ്മ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നത് കാരണമാണ് സെബാസ്റ്റ്യനിലേക്ക് സംശയം നീണ്ടത്. വാരനാട് സ്വദേശിനി ഐഷയുടെ തിരോധാനത്തിലും സെബാസ്റ്റ്യനാണെന്ന സൂചന ഇപ്പോൾ ശക്തമാണ്. ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഐഷ തിരോധാനം അന്വേഷിക്കുന്നത്. ബിന്ദു പത്മനാഭൻ തിരോധാനം അന്വേഷിക്കുന്നത് സംസ്ഥാന ക്രൈംബ്രാഞ്ചും. ജൈനമ്മയെ കൊന്ന് സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും സെബാസ്റ്റ്യൻ കൈക്കലാക്കിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. അത് സ്ഥിരീകരിക്കുന്ന ശാസ്ത്രീയ തെളിവുകളും മൊഴിയും ശേഖരിച്ചാണ് സെബാസ്റ്റ്യനെതിരെ കൊലക്കുറ്റം ചുമത്തിയത്. ബിന്ദു പത്മനാഭന്റെ കുടുംബ വീടിനോട് ചേർന്ന് സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിക്കായി നീക്കിവെച്ച 30 സെന്റ് സ്ഥലം വ്യാജ പ്രമാണം ചമച്ച് കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. ബിന്ദുവിന്റെ പിതാവ് പത്മനാഭൻ സർക്കാരിൽ വരുത്തിയ അബ്കാരി കുടിശ്ശികയിലേക്ക് കണ്ടുകെട്ടിയ വസ്തുവാണ് വ്യാജ പ്രമാണം ചമച്ച് പോക്കുവരവ് ചെയ്ത് ബാങ്കിൽ നിന്ന് വായ്പ തരപ്പെടുത്തിയത്. അതിന് 20 വർഷം മുമ്പ് സർക്കാർ ജപ്തി ചെയ്ത വസ്തുവാണിത്. ലേലത്തിന് വെച്ചെങ്കിലും ആരും ഏറ്റെടുത്തില്ല. തുടർന്ന് സർക്കാരിലേക്ക് കണ്ടുകെട്ടി. ഇതേ വസ്തുവിന്റെ അതിരുകൾ കാട്ടി ചേർത്തല സ്വദേശിയായ ആധാരം എഴുത്തുകാരൻ പ്രമാണം രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഇത് വില്ലേജ് ഓഫീസിൽ ഹാജരാക്കി പോക്കുവരവ് ചെയ്തില്ല. പിന്നീട് വസ്തു വിറ്റതായി മറ്റൊരു പ്രമാണം ചമച്ച് പോക്കുവരവ് ചെയ്യിപ്പിച്ച് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു. വായ്പ കുടിശ്ശികയായതോടെ ബാങ്ക് ജപ്തി നടപടിക്ക് സ്ഥലത്തെത്തിയപ്പോഴാണ് സർക്കാർ ഏറ്റെടുത്ത സ്ഥലമാണെന്ന് കണ്ടെത്തുന്നത്. റവന്യൂ അധികൃതർ ഇവിടെ സർക്കാർ ഭൂമിയെന്ന് ബോർഡ് സ്ഥാപിക്കുകയും പോക്കുവരവ് റദ്ദാക്കുകയും ചെയ്തു. വസ്തു സർക്കാർ അധീനതയിൽ തന്നെയാണെന്നും പോക്കുവരവ് റദ്ദാക്കിയതാണെന്നും വ്യാജ പ്രമാണം റദ്ദാക്കാൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും കടക്കരപ്പള്ളി വില്ലേജ് ഓഫീസർ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അന്വേഷണം എങ്ങും എത്തിയില്ല. ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതിയാണ് സെബാസ്റ്റ്യൻ എന്ന് അന്ന് തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് അറസ്റ്റിലായ 2-ാം പ്രതി ടി മിനിയെ വ്യാജ ഡ്രൈവിംഗ് ലൈസൻസ് നിർമ്മിച്ച കേസിലും പിടിച്ചിരുന്നു. ബിന്ദു എന്ന വ്യാജേന മിനിയുടെ ചിത്രം പതിച്ച് തയ്യാറാക്കിയ ലൈസൻസിലെ തമിഴ്നാട്ടിലെ വിലാസം വ്യാജമായിരുന്നു. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ബിന്ദുവിന്റെ പേരിലുള്ള വ്യാജ SSLC ബുക്കിലേക്കും അന്വേഷണം നീണ്ടില്ല. ബിന്ദുവിന്റെ കുടുംബ പെൻഷൻ അക്കൗണ്ട് 2005 ഒക്ടോബറിൽ ആലപ്പുഴ ട്രഷറിയിലേക്ക് മാറ്റിയ ശേഷമുള്ള കൂടുതൽ വിവരങ്ങളും ആരും പരിശോധിച്ചില്ല. മാവേലിക്കര എണ്ണക്കാട് സഹകരണ ബാങ്കിൽ ബിന്ദു പത്മനാഭന് അക്കൗണ്ട് ഉള്ളതായി വിവരം പുറത്തു വന്നിരുന്നു. ചേർത്തലയിലെ പൊതുമേഖലാ ബാങ്കിൽ സെബാസ്റ്റ്യനും അക്കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കേന്ദ്രീകരിച്ചൊന്നും അന്വേഷണം നടന്നിരുന്നില്ല. അമ്പലപ്പുഴയിലെ ബിന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തു കൈമാറ്റം സംബന്ധിച്ച അന്വേഷണവും അട്ടിമറിച്ചു. വസ്തു കൈമാറ്റം ചെയ്ത ഉടമയോടും വസ്തു ഇടനിലക്കാരനോടും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ തുടർ നടപടിയൊന്നും ഉണ്ടായില്ല. ബിന്ദുവിന്റെ 10 സെന്റ് വസ്തുവാണ് ഇവർക്ക് ലഭിച്ചത്. ഇപ്പോൾ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ വധക്കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യന്റെ വീട്ടിലെ ഞായറാഴ്ചത്തെ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ഞായറാഴ്ച കോട്ടയം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സെബാസ്റ്റ്യനെ വിശദമായി ചോദ്യം ചെയ്തെന്നാണ് വിവരം. വീട്ടിലെ തെളിവെടുപ്പിന് സഹായകരമായ വിവരങ്ങൾ ലഭിക്കാനായിരുന്നു ഈ ചോദ്യം ചെയ്യൽ. സമഗ്ര പരിശോധനയ്ക്കാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. വീട് കനത്ത പോലീസ് സുരക്ഷയിലാക്കി. മുഴുവൻ സമയം പോലീസ് കാവലേർപ്പെടുത്തി. പരിശോധനയ്ക്ക് മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെ ഉപയോഗിക്കും. ജൈനമ്മയുടേതെന്ന് കരുതുന്ന ആഭരണങ്ങൾ ചേർത്തല നഗരത്തിലെ ജ്വല്ലറിയിൽ നിന്ന് വീണ്ടെടുത്തു. ആഭരണം വിൽക്കും മുമ്പ് പണയം വെച്ച സ്ഥാപനങ്ങളിൽ നിന്നും തെളിവ് ശേഖരിച്ചു. ശേഷമാണ്
പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് തിങ്കളാഴ്ച തെളിവെടുക്കുന്നത്. ബിന്ദു പത്മനാഭനെ കാണാതായ സംഭവത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് കടക്കുന്നതിനെയാണ് അന്വേഷണം അട്ടിമറിച്ചിരിക്കുന്നത്. ബിന്ദുവിന്റെ പേരിൽ വ്യാജ ഡ്രൈവിംഗ് ലൈസൻസ് സംഘടിപ്പിക്കാൻ സഹായിച്ച ചേർത്തല സ്വദേശി തങ്കച്ചനെ അടക്കം പോലീസ് പിടികൂടിയിരുന്നു. ഒടുവിൽ ബിന്ദു പത്മനാഭനെ കാണാതായ സംഭവത്തിൽ സെബാസ്റ്റ്യന് നേരിട്ട് പങ്കില്ലെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. വ്യാജ പവർ ഓഫ് അറ്റോർണി അടക്കമുള്ള രേഖകൾ സെബാസ്റ്റ്യൻ നിർമ്മിച്ചതായും കണ്ടെത്തിയിരുന്നു. അന്ന് ആ കേസിൽ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ ബന്ധുവായ ഏറ്റുമാനൂർ സ്വദേശിയായ ബോണിയാണ് ഇയാൾക്ക് ഒളിവിൽ കഴിയുവാൻ കണ്ണൂരിലെ തളിപ്പറമ്പിലും കർണാടകയിലെ ഷിമോഗയിലും താവളമൊരുക്കിയത്. വിദേശത്ത് ജോലിയുള്ള ബോണി അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. ബാംഗ്ലൂരിൽ ഇയാളോടൊപ്പം MBA പഠനം നടത്തിയ സുഹൃത്തുക്കളുടെ വീട്ടിലായിരുന്നു ഒളിവിൽ താമസിച്ചത്. പിന്നീട് പോലീസിന് മുന്നിൽ കീഴടങ്ങി. കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച മനോജ് എന്ന ഡ്രൈവർ ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. ആൾമാറാട്ടം നടത്തി ബിന്ദുവിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ സെബാസ്റ്റ്യൻ വ്യാജ ലൈസൻസും SSLC ബുക്കും പ്രതി മിനിയുടെ പേരിൽ ഉണ്ടാക്കിയിരുന്നുവെന്ന് പോലീസ് അന്നേ കണ്ടെത്തിയിരുന്നു. സെബാസ്റ്റ്യന്റെ സന്തത സഹചാരിയായിരുന്ന ചെങ്ങണ്ട സ്വദേശി മനോജിന്റെ ആത്മഹത്യയിൽ വ്യക്തമായ അന്വേഷണം ഉണ്ടാകാത്തതും കൂടുതൽ തട്ടിപ്പുകൾ നടത്താൻ സെബാസ്റ്റ്യന് തുണയായി. കേരള പോലീസിന്റെ ഈ കേസ് അന്വേഷണത്തിലെ വീഴ്ചയാണ് സെബാസ്റ്റ്യനെ കൊടും ക്രിമിനലാക്കി മാറ്റിയതെന്നാണ് വിലയിരുത്തൽ.